മുത്തുവേ. ആ മുത്തോണ്ണ വിളി. മുത്തു ഇങ്ങോട്ടൊന്ന് വന്നേ. വേവാ. നീ ഇതെന്താടാ മുകളിലും താഴെയൊക്കെ വീട്ടിനകത്ത് ഹെൽമെറ്റും വെച്ചോണ്ട് നടക്കുന്നേ? കൊച്ചമ്മ, എനിക്ക് അടുത്ത ആഴ്ച കരോക്കെ ഗാനമേളയുണ്ടേ. ഇവര് രണ്ടുപേരും കൂടെ എന്റെ തല അടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാലേ എനിക്ക് കരോക്കെ ഗാനമേള അവതരിപ്പിക്കാനുള്ളതാണ്. ആന കാര്യം പറയുന്നതിന്റെ ഇടയ്ക്ക് അവന്റെ കരോക്കെ ഒരു കളയടാത്. ഓ എന്ത് കൊച്ചമ്മ? ഞാനൊരു കാര്യം ചെയ്യട്ടെ. നീയേ ഇവിടെ ഈ സുരഭി ലക്ഷ്മിയുടെ മുറി കയറുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല കൊച്ചമ്മ, ഇല്ല. ഇനിയിപ്പോ ലക്ഷ്മിക്ക് എന്താ പറയാനുണ്ട്? ഒന്നും പറയാനില്ലേ ഇപ്പൊ? എന്റെ മാല കാണാനില്ല. അതന്നെ, അതിപ്പോ എവിടെ പോയി? അത് എന്റെ തന്നെ വരേണ്ടത്, മാല കാണാനില്ലാത്തോണ്ട്. എനിക്ക് ലക്ഷ്മിയോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ പൈസക്ക് ആവശ്യമുള്ളവരെല്ലാം ഇങ്ങനെ മോഷ്ടിക്കാൻ നടക്കുന്നവരാണെന്ന് ധരിക്കരുത്. മാനാഭിമാനമുള്ള ഒരുത്തനും ഇങ്ങനത്തെ വൃത്തികെട്ട പണിക്ക് ഇറങ്ങിത്തിരിക്കത്തില്ല, മനസ്സിലായോ? അപ്പൊ പിന്നെ എന്റെ മാല എവിടെ പോയി? അത് മതി അന്വേഷിക്കേണ്ട കാര്യം തന്നെ. എന്താ പ്രശ്നം? എന്റെ പൊന്നു മോനെ, ഇവിടെ മുറിയിലിരുന്ന് ഇവിടെ സ്വർണ്ണമാല എന്തോ ഇപ്പൊ കാണാനില്ലെന്നും പറഞ്ഞ് ഇവിടെ ഇല്ലാത്ത ബഹളം. നീ ഒരു കാര്യം ചെയ്യുവോ? ആ സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് എഴുതി കൊടുക്ക്. അതാണ് നല്ലത്. ഞാൻ എടുത്തൊക്കെ പറയുന്നു. അയ്യേ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചന്ദ്രാസം വീട്ടിലേക്ക് വരാനാ? ഞാൻ സമ്മതിക്കൂല. ഇതിപ്പോ ഒരു നാണക്കേടില്ല. ചുമ്മാ ഞാൻ സമ്മതിക്കൂല പോലീസ് ഈ വീട്ടിൽ വരാൻ. അപ്പൊ എന്റെ മാല എവിടെയെന്ന് അന്വേഷിക്കണ്ടേ? 2 പവന്റെ മാലയാ. 2 പവനല്ലേ ഉള്ളൂ, അത് വാങ്ങിച്ചങ്ങ് തീരൂലേ? പോലീസ് ഈ വീട്ടിൽ വരണം എന്ന് പറഞ്ഞാ. ലക്ഷ്മി, നീ ഒരു കാര്യം ചെയ്യും. ഈ പുറത്തുള്ളവരെ ഒരുപാട് സംശയിക്കാതെ യഥാർത്ഥ കുറ്റവാളി വീട്ടിനകത്തോട്ടെന്നാ എനിക്ക് തോന്നുന്നത്. അപ്പൊ നീ അതൊന്ന് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞേ? അല്ല, അവന് പറഞ്ഞതല്ല പറഞ്ഞത്. എനിക്ക് തോന്നിയ ഒരു തോന്നൽ വെച്ചോണ്ട് പറയാം. കൊച്ചേ, നിനക്ക് പണിയൊന്നും ഇല്ലയോ? പോ അടുക്കളയിലോട്ട് ചെല്ല്. മോളിൽ പോന്നാ. നിന്റെ മാല കെട്ടതേ വേറെ ആരുമല്ല, ഈ നിൽക്കുന്ന വേട്ടനാ. നിന്റെ മാല എടുത്തുകൊണ്ട് പോയി ആർക്കാണ്ട് വിറ്റത് ഈ നിൽക്കുന്നവനാ. അയ്യോ അമ്മ, ഞാൻ വിറ്റില്ല. അയ്യോ സത്യമായിട്ട് ഞാൻ വിറ്റില്ല അമ്മ, പണയം വെച്ചു. ഇരിക്കുന്നു പാവം ക്രൂരൻ. കണ്ടല്ല, മനസ്സിലായല്ലോ സംഗതി. എനിക്ക് എന്തെങ്കിലും ഒന്ന് കുടിക്കാൻ എടുത്തോണ്ടോ? ചെലച്ചിട്ടേ തൊണ്ടയിലെ വെള്ളം വറ്റി. പൊന്നപ്പോ, മാല പോയെന്നും പറഞ്ഞ ആരൊക്കെ എന്തെല്ലാം കേട്ടിപ്പോഴും. മനക്കേടെന്ന് പറഞ്ഞ മഹാമാനക്കേട്. നിങ്ങൾ ഇത്ര കള്ളനാന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതുകൊണ്ടാണല്ലേ രാവിലെ ഓരോ മുട്ടാന്യായം പറഞ്ഞു വെച്ചിട്ട് ഇറങ്ങിപ്പോയത്? അങ്ങനെ ഞാൻ പറഞ്ഞ മര്യാദക്ക് എന്റെ മാല എടുത്തു വന്ന പ്രശ്നം വേണ്ട. അത്ര പറ്റും. ഇല്ലെങ്കിൽ അന്നേരം ഞാൻ കാണിച്ചുതരാം. കുഞ്ഞെ, അണ്ണനും എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനില്ല, തരാനേ ഉള്ളൂ. ഇതും വെച്ചോണ്ട് വേണം പോവാൻ. എന്തിന്? തലക്കടിയേറ്റാ കേക്കൂല. പോട്ടോ പോട്ടോ. വച്ചോണ്ട്